കോഴിക്കോട് നഗരത്തിൽ വൻ തീപിടുത്തം. ജയലക്ഷ്മി വസ്ത്രശാലയിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന സ്ഥലത്ത് എത്തി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രമ്യ ശരിയാണ്. രമ്യ, ഒരു മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, തീ കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്താണ് അവസ്ഥ? വസ്ത്രശാലയുടെ ഉള്ളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആദ്യ പടർന്ന് തീ ഉണ്ടായ മേഖലയിൽ നിന്ന് മറ്റു മേഖലയിലേക്ക് തീ കൂടുതലായി തന്നെ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം നേരത്തെ ഞാൻ ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പുറത്തുള്ള ഹോർഡിങ്സുകൾ, അതായത് ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ഈ ബാനറുകളെല്ലാം കത്തി അമരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഉള്ളിൽ ഉൾപ്പെടെ ഈ റാഷുകൾ ചില്ല് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഈ തീയിൽ കത്തി ചില്ലുകളെല്ലാം പൊട്ടി പകരുന്ന ഒരു ശബ്ദം കൂടി നമുക്ക് പുറത്തുനിന്നും കേൾക്കാൻ സാധിക്കുന്നത്. വലിയ തോതിൽ തന്നെയാണ് അകത്ത് ഈ കത്തി പടരുന്നുള്ളത്. നിലവിൽ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന കൂടുതൽ ആളുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തത്തിന്റെ കാരണം ഉൾപ്പെടെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മുടെ ക്യാമറ ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു, ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല, എങ്ങനെയാ കണ്ടിട്ടുണ്ടായിരുന്നു? എങ്ങനെയാണ് ഉണ്ടായിരുന്നില്ല കണ്ടിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു കണ്ടിരുന്നു? കേട്ടത് ആളുകൾ തന്നെ സഹായം എല്ലാ ഇതിലും സഹായം ആളുകൾ വോട്ടർമാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാം സഹായിക്കുന്നു. എത്ര മണിക്കാണ് ഇത് കത്തി തുടങ്ങുന്നത്? രമ്യയിലേക്ക് എത്താം. കോഴിക്കോട് നഗരത്തിലുള്ള വൻ തീപിടുത്തം ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജയലക്ഷ്മി വസ്ത്രശാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. 6 മണിയോടുകൂടി പുക ഉയരുന്നത് കണ്ട് ജീവനക്കാർ മുന്നറിയിപ്പ് നൽകി. അവിടെയുള്ള ജീവനക്കാരെയും നിലവിൽ വസ്ത്രം വാങ്ങാനെത്തിയ കസ്റ്റമേഴ്സിനെയും ഒക്കെ അവിടെ നിന്ന് ആളുകളെ എല്ലാവരെയും ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു ദുരന്തത്തിൽ അത് വലിയ ആശ്വാസകരമായ വാർത്തയാണെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നഗരമധ്യത്തിൽ തന്നെയാണ്, തൊട്ട് അടുത്തടുത്തായിട്ട് പല കെട്ടിടങ്ങളും ഉള്ളതാണ്. അത് മാത്രമല്ല 2ഉം 3ഉം നിലകളിൽ നിന്ന് 4ാം നിലയിലേക്കും ഇതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ച രമ്യ പറഞ്ഞത് ഈ കബോർഡുകളിലായി തുണികൾ അടുക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം ചീറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പരിമിതികളുണ്ട്. പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് തീ ഇങ്ങനെ പടർന്ന് പിടിക്കുന്നത്. പ്രത്യേകിച്ച് തുണികളാണ് എളുപ്പം തീ പിടിക്കുന്ന വസ്തുവാണ്. അത് മാത്രമല്ല KP നമ്മളിപ്പോൾ പറയുന്നുണ്ടായിരുന്നു, വലിയ വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു സാഹചര്യം കൂടിയാണ്. അതായത് 3 യൂണിറ്റ് ഫയർഫോഴ്സുകൾ മാത്രമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തുടക്കത്തിൽ വളരെയധികം പരിമിതികൾ നേരിടുന്നുണ്ട്. എന്തായാലും രമ്യ അവിടെയുള്ള പരിസരവാസികളുടെയും രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ വിശദീകരണങ്ങൾ കൂടി തേടുന്നുണ്ട്, അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടുന്നുണ്ട്. രമ്യ പറയൂ. നിലവിൽ അകത്ത്, അതായത് ഈ വസ്ത്രശാലയുടെ അകത്ത് വലിയ തോതിൽ തന്നെ തീ കത്തിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇതിന്റെ പുറകുവശത്തേക്കാണ് വലിയ തോതിൽ തന്നെ തീ ഇപ്പോൾ ആളി പടർന്നുകൊണ്ടിരിക്കുന്നത്. ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടി പുറത്തേക്ക് തെറിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം പുറത്ത് ഈ വസ്ത്രശാലയുടെ പരസ്യവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇതിന്റെ 4 വശങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് വലിയ തോതിൽ കത്തി പുറത്തേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വലിയ തോതിൽ തന്നെയാണ് തീ ഉള്ളിലേക്ക് ആളി പടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എത്തിയിട്ടുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അപര്യാപ്തമാണ് എന്ന് തെളിയിച്ച് തന്നെയാണ് ദൃശ്യങ്ങൾ. കാരണം ഫയർഫോഴ്സ് യൂണിറ്റിന് കൃത്യമായി തന്നെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ച് തീ അണയ്ക്കാനുള്ള സാധ്യമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പര്യാപ്തമാണ് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ ഉള്ളത്. കാരണം ഉള്ളിലെല്ലാം പലതരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ പുറത്തേക്ക് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ഗ്ലാസിന്റെ ചില്ല് ഉൾപ്പെടെ വസ്ത്രശാലയ്ക്കകത്തുണ്ട്. ഇതെല്ലാമാണ് ഇത്തരത്തിൽ ഈ പൊട്ടി തെറിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തോതിൽ തന്നെയാണ് ഈ പുറകുവശത്ത് കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം സാരി ഉൾപ്പെടെയുള്ളവ കാര്യങ്ങളാണ് ഈ 2 നിലകളിലായിട്ടുള്ള വസ്ത്രശാലയിൽ ഇപ്പോൾ ഈ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനാണ് ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഈ പടർന്നു പിടിക്കുന്നത്. അതായത് നിയമ വിധേയമാക്കാൻ ഇതിന് ഇപ്പോൾ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ വെള്ളം പുറത്തുനിന്ന് ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്, എത്തിച്ച് തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയാവുന്നത് ഈ മേഖലയിൽ
വസ്തുക്കൾ എടുത്തു വെക്കാനായി ഉപയോഗിക്കുന്ന റാക്കുകളാണ്. കാരണം അതിൽ തട്ടി വെള്ളം ഉള്ളിലേക്ക് കൃത്യമായി തന്നെ എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ തന്നെ കൂടുതൽ ഫയർഫോഴ്സുകളായിട്ട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ തന്നെയാണ് ഇപ്പം നിലവിൽ 2-3 നിലകളിലായിട്ടാണ് ഇത്തരത്തിൽ തീ പടർന്നു പിടിച്ചിട്ടുള്ളത്. അതായത് 2ാമത്തെ നിലയും 3ാമത്തെ നിലയുടെയും അവസാന ഭാഗങ്ങൾ കൃത്യമായി തന്നെ പൂർണ്ണമായി തന്നെ തീ പിടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വലിയ തോതിൽ തീ ആളി പടരുന്നുണ്ട്. രമ്യ, ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ്. കാരണം മണിക്കൂറുകൾ പിന്നിടുന്നു, ഒരു തരത്തിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല. തീ ആളി പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണമാണ് ഈ വിഷയത്തിൽ വേണ്ടത്. അതിനായി അവിടെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ടോ? കാരണം അവർ ഇനി പറയുന്നത് ഇനി മണിക്കൂറുകൾ ഇങ്ങനെ ഒരിക്കലും തീക്ക് പൂർണ്ണമായും ആളിപ്പടരാൻ അനുവദിച്ചുകൊണ്ട് വിടാൻ സാധിക്കുകയില്ലല്ലോ. നഗരമധ്യത്തിലാണ്, വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള ഏകോപനമാണ് അവിടെ ഉണ്ടാകുന്നത്? അധികൃതർ, ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവർ അതിനുവേണ്ടി ഇപ്പോൾ എന്ത് പരിശ്രമമാണ് നടത്തുന്നത്? തീർച്ചയായും ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ അടച്ചു കയറ്റിലുള്ള ഒരു സംവിധാനമാണ് ജലക്ഷ്മിയുടെ അടുത്തുള്ളത്. ചില്ല്, അതുപോലെ തന്നെ ഗ്രാമത്തിലെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള അടച്ചു കെട്ടിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അതിനാൽ തന്നെ ഉള്ളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രായോഗികമാണ്. നിലവിൽ സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം ഇത്തരം ഫയർഫോഴ്സുകൾ എത്തിയിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ തീ അണയ്ക്കാൻ സാധിക്കാതിരുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം വെള്ളം കൃത്യമായി തന്നെ അകത്തേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടും സാധിച്ചിരുന്നില്ല. നിലവിൽ ആ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ഇവർ അഭിമുഖീകരിക്കുന്നത്. കാരണം ഇവർ അടിക്കുന്ന വെള്ളം കൃത്യമായി തന്നെ, കാരണം വലിയ പരസ്യ ബോർഡുകളാണ് ഇതിന്റെ സൈഡുകളിലും അതുപോലെ തന്നെ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനുള്ളിലൂടെ വെള്ളത്തെ ഉള്ളിലേക്ക് കടത്തി വിടുക എന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്. അതിന് സാധിക്കാത്തത് തന്നെയാണ് ഇത്തരത്തിൽ ഈ വലിയ തോതിൽ ഉള്ളിൽ കടന്നു പിടിക്കാൻ കാരണം. ഇതിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് കയറി ചെന്നുകൊണ്ട് നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ മിഠായി തെരുവിൽ ക്ഷമിക്കണം മാസങ്ങൾക്ക് മുമ്പ് നോക്കീസ് ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടതാണ്. അന്നും ഈ ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം അടച്ചു വലിയ ബിൽഡിംഗ് ആയിരുന്നു പലതും. അതിനുള്ളിലേക്ക് തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഫയർഫോഴ്സ് വളരെ പ്രായോഗികമായി ബുദ്ധിമുട്ട് നേരിടുന്നത്. കാരണം പലപ്പോഴും വെള്ളം എത്തിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ തീ നിയന്ത്രണ വിധേയമാകാതിരിക്കുന്നത്. ഇത് തന്നെയാണ് നിലവിൽ ഇവിടുത്തെയും ഒരു സ്ഥിതി വിശേഷം. കാരണം ഇത്തരത്തിൽ വലിയ തോതിലുള്ള പരസ്യ ബോർഡുകളും അതുപോലെ തന്നെ കെട്ടി മറച്ചുകൊണ്ടുള്ള ഇത്തരം ബിൽഡിങ്ങുകളും വരുമ്പോൾ ഇതിനുള്ളിലേക്ക് ആദ്യമായിട്ട് ഇപ്പോൾ നിലവിൽ അത് തന്നെയാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ മറ്റു ഭാഗങ്ങളിൽ ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട് ഉള്ളിലേക്ക്